മുസ്ലിമീങ്ങൾക്ക് ഇനി അത് വരാൻ പോണ എന്താ പോടെ വരാൻ പോണത്? അട്ടിമറിയാൻ പോണ മാതിരി കുറെ ആള് ബേജാറില്ല. ആരെങ്കിലും ഒരാൾ രാഷ്ട്രീയത്തിലോ മതത്തിലോ അല്ലാത്തതിലോ ഒക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുമ്പോഴൊക്കെ ഇത്ര പേടിക്കാൻ നിൽക്കേണ്ട കാര്യമുണ്ട് നമ്മൾ ഉണ്ടോ? മുസ്ലിമീങ്ങൾക്ക് ഇനി വലിയ അങ്ങോട്ടാ പുണ്ണാക്കാണ് മുസ്ലിമീങ്ങൾക്ക്. അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ എപ്പോഴാണ് പട്ടുമെത്തി കൂടെ പോകുന്നത്? ഇന്ത്യൻ ചരിത്രത്തിൽ മുസ്ലിങ്ങളെ ഇവിടെ നിന്ന് നാട് കടത്താൻ നേരത്തെ ബ്രിട്ടീഷുകാർ വന്നു, ഫ്രഞ്ചുകാർ വന്നു, ഒട്ടോമൻ രാജാക്കന്മാർ വന്നു. ആരൊക്കെ വന്നു? അവരൊക്കെ വന്നു ഇസ്ലാമിനെ നശിപ്പിക്കാൻ. എന്നിട്ടോ മുസ്ലിങ്ങൾക്ക് വല്ല പ്രശ്നം ഇവിടെ ഉണ്ടായോ? മക്കളെ, ഇത് ഇസ്ലാമാണ്. ഈ ഇസ്ലാമിനെ പണ്ട് ഫിറഔൻ നശിപ്പിക്കാൻ നോക്കിയിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. അതാ പറഞ്ഞു കൊടുക്കേണ്ടത്. ഈ ഇസ്ലാമിനെ പണ്ട് അബൂജഹൽ നശിപ്പിക്കാൻ നോക്കിയിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. ഇതാ പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാതെ ഞങ്ങളിങ്ങനെ ബേജാറാക്കി. ഇപ്പൊ നമ്മൾ പുതിയ തലമുറയിലെ കുട്ടികളെ കേൾക്കാൻ പാടില്ലാത്ത രീതിയിൽ സംസാരിക്കേണ്ടത് കുട്ടികളോടൊക്കെ നമ്മൾ പറയും. ചെറിയ മക്കളൊക്കെ നമ്മളൊപ്പം ഉണ്ടാവും. അപ്പോഴും നമ്മൾ പറയും ഇനിയുള്ള കാലത്തൊക്കെ മുസ്ലിമായി ജീവിക്കാൻ കുറച്ച് പ്രയാസം തന്നെയാണ്. ആരും കേൾക്കും അത്. നമ്മളെ കുട്ടികളും കേൾക്കുന്നുണ്ട്. ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് ഇനി അങ്ങോട്ട് പഴയ കാലത്തെ പോലെ ഒന്നും ജീവിക്കാൻ കഴിയില്ല, വലിയ കഷ്ടപ്പാടിന്. ഇത് കേൾക്കുമ്പോൾ കുട്ടികൾ വിചാരിക്കുന്ന മുസ്ലിം ആകണ്ട. നമ്മളെന്തിനാ ഇത് മക്കളോട് ഇങ്ങനെ പറയേണ്ട കാര്യം? ആര് പറഞ്ഞു ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഇവിടെ ബേജാറാണ്? ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ബേജാറാണ്? ആരെങ്കിലും ഒരാൾ രാഷ്ട്രീയത്തിലോ മതത്തിലോ അല്ലാത്തതിലോ ഒക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുമ്പോഴൊക്കെ ഇത്ര പേടിക്കാൻ നിൽക്കേണ്ട കാര്യമുണ്ട് നമ്മൾ ഉണ്ടോ? നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? നബിയുല്ലാഹി ആദം, അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ, അമ്പിയാക്കളെ ചരിത്രം വിശുദ്ധ ഖുർആൻ അനുസ്മരണമാണ് നമ്മുടേത്. മഹാന്മാരുടെ 6666 ആയത്തുകളിൽ 1000 ചില്ലാനം ആയത്തും മഹാന്മാരുടെ അനുസ്മരണമാണ്. 1000 ചില്ലാനം ആയത്തും നബിയുല്ലാഹി ആദം, ഖലീലുല്ലാഹി ഇബ്രാഹിം, കലീമുല്ലാഹി. ഖുർആൻ ഏറ്റവും കൂടുതൽ അനുസ്മരിച്ച പ്രവാചകനാണ് മൂസാ നബി അലൈഹിസ്സലാം, അല്ലേ? നിങ്ങൾ ഓർത്തു നോക്കൂ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നശിപ്പിക്കാൻ നമ്രൂദ് ഒരുക്കിയത് വലിയ അഗ്നികുണ്ടാരാണ്. ഇബ്രാഹിം നബിനെ തീയിലിട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിച്ചത്? നമ്മൾ അടുപ്പിൽ വെച്ചു എന്നാണ് വിചാരിച്ചത്? ഈ സ്ഥലത്തിന് എന്താ പറയാ? നമ്മൾ ചൊക്കളിയോ? ഈ ചൊക്കളി ഒട്ടാകെ ഒരു മൈതാനിയായിട്ട് കൂട്ടിക്കോളിങ്ങൾ. അങ്ങനത്തെ ഒരു മൈതാനിയിൽ നിറയെ വിറക് ശേഖരിച്ചു. എന്നിട്ട് അതിന്റെ 4 മൂലയിൽ തീ കൊളുത്തി ഓളി കത്തിയിട്ട് ആകാശത്ത് തൊട്ടില്ലെന്ന രീതിയിൽ പറക്കുന്ന പക്ഷി ചിറക് കരിഞ്ഞിട്ട് താഴെ വീണു. അങ്ങനത്തെ തീയാണ് ഇബ്രാഹിം നബിക്കെതിരെ ഒരുക്കിയത്. ആര്? നമ്രൂദ്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കി, അങ്ങനെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഒരുങ്ങിയിട്ട് ഇന്ന് ഖലീലുല്ലാഹി നബി ഇബ്രാഹിം, ആ പേര് കേൾക്കുമ്പോഴേക്ക് ലോകത്ത് സിന്ദാബാദ് എന്ന് പറയാൻ 200 കോടി ജനങ്ങളുണ്ട്. നമ്രൂദിന്റെ പേര് കേൾക്കുമ്പോൾ സിന്ദാബാദ് എന്ന് പറയാൻ ആരെങ്കിലും ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ? ആരെങ്കിലും ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ? നിങ്ങൾ ആലോചിക്കണത്. ഒറ്റ ആളുണ്ടോ? മൂസാ നബി അലൈഹിസ്സലാമിനെതിരെ അതിശക്തമായിട്ട് രംഗത്ത് വന്നത് ആരാ? ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹിയാണ്. ആരാണ് ഫിർഔൻ? അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഏറ്റവും വലിയ പടച്ചോൻ. ഇനി വേറൊരു അള്ളയെ റബ്ബ് വെക്കണമെങ്കിൽ ഇന്റെ താഴെ അല്ലാതെ ഇന്റെ മേലെ അല്ല. അതാണ് ഫിർഔൻ. വഫിർഔന ദിൽ ഔതാദ്, ഫിർഔന് എതിരെ സംസാരിക്കുന്നവരെ ചുട്ടുപൊള്ളുന്ന ഇരുമ്പിന്റെ പലക പഴുപ്പിച്ചിട്ട് അതിന്മേൽ മലർത്തി കടത്തിയിട്ട് ആണി അടിച്ചു ഉറപ്പിച്ചിട്ട് തുറക്കപ്പെട്ട ദ്വാരങ്ങളിലൊക്കെ, മുന്തുവാരത്തിലും ബിന്ദുവാരത്തിലും വായിലും ഒക്കെ ആ ഇരുമ്പിന്റെ ആണി പഴുപ്പിച്ച് കടത്തിയിരുന്ന ശിക്ഷ കൊടുത്തിരുന്ന ആളാണ് ആര്? ഫിറഔൻ. അങ്ങനെ ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഫിറഔൻ വന്നിട്ട് നിങ്ങൾ ഓർത്തു നോക്കി, കലീമുല്ലാഹി മൂസ, 200 കോടി ജനങ്ങൾ ഇന്നും പറയും സിന്ദാബാദ് മൂസാ നബിക്ക് അലൈഹിസ്സലാം. ഫിറഔന്റെ പേരിൽ സിന്ദാബാദ് വിളിക്കണ ഒറ്റ ആളെ കാണിച്ചു തരും. നിങ്ങളെ ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഫിറഔന്റെ 2 ആൾക്കാരുണ്ട്? നമ്മളെ പറ്റി പഠിക്കണം.
മുസ്ലിമീങ്ങൾക്ക് ഇനി വലിയ അങ്ങോട്ടാ പുണ്ണാക്കാണ് മുസ്ലിമീങ്ങൾക്ക്. മുസ്ലിമീങ്ങൾക്ക് എന്ത് വരാൻ? അബൂജഹലിന്റെ ആളുകൾ എന്താ ചെയ്തത്? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബാക്കളെയും നശിപ്പിക്കുന്നതിന് എന്തൊക്കെയാണ് ചെയ്തത്? കയ്യും കണക്കും അല്ലാത്ത കാര്യങ്ങൾ ചെയ്തു. എത്ര കാര്യങ്ങൾ ചെയ്തു? യാ റബ്ബ് യാ റബ്ബ്, ഒന്നും രണ്ടും നാലും കാര്യങ്ങളല്ല അല്ലേ? അല്ലാഹു റബ്ബി. അങ്ങനെ അബൂജഹൽ ഇതൊക്കെ ചെയ്തിട്ട്, ഇത്ര വലിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്, ആ അബൂജഹലിന്റെ പേരിൽ 2 അനുയായികൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? മുഹമ്മദ് മുസ്തഫ. ആ പേര് കേൾക്കുമ്പോഴേക്ക് സിന്ദാബാദ് വിളിക്കാൻ എത്ര കോടികളാണ്. അതുകൊണ്ട് ഈ ഇസ്ലാം ഇവിടുന്നാണ് ഇല്ലാതെയാകും എന്നൊന്നും ആരും വിചാരിക്കണ്ട. നമ്മുടെ വീട്ടിലൊക്കെ വളർന്നു വരുന്ന കുട്ടികളെ കേൾക്കത്തക്ക രീതിയിൽ ഒരാളും അത്തരം താഴ്ന്ന ചർച്ച ചെയ്യരുത്. മുസ്ലിമീങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് അങ്ങോട്ട്. എന്ത് ബുദ്ധിമുട്ട്? അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ എപ്പോഴാണ് പട്ടുമെത്തി കൂടെ പോകുന്നത്? ഇന്ത്യൻ ചരിത്രത്തിൽ മുസ്ലിങ്ങളെ ഇവിടെ നിന്ന് നാട് കടത്താൻ നേരത്തെ ബ്രിട്ടീഷുകാർ വന്നു, ഫ്രഞ്ചുകാർ വന്നു, ഒട്ടോമൻ രാജാക്കന്മാർ വന്നു. ആരൊക്കെ വന്നു? അവരൊക്കെ വന്നു ഇസ്ലാമിനെ നശിപ്പിക്കാൻ. എന്നിട്ടോ മുസ്ലിങ്ങൾക്ക് വല്ല പ്രശ്നം ഇവിടെ ഉണ്ടായോ? നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹുവിനെ അറിഞ്ഞ് വിശ്വസിക്കണം. അള്ളാഹുവിനെ അറിഞ്ഞ് വിശ്വസിക്കണം. നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു മുസ്ലിം ലോകത്ത് ഇല്ലാതിരിക്കാൻ ഇനി എന്താ വഴി? ഇനി മുഹമ്മദിനെ കൊന്നു കളയാം. അതിനെന്ത് ചെയ്യണം? മക്കത്തെ എല്ലാ തറവാട്ടുകാരും കൂടി ചേർന്നു ഓരോ കുടുംബത്തിൽ നിന്നും ഓരോരോ ചെറുപ്പക്കാരെ തെരഞ്ഞെടുത്തു. അവരൊക്കെ കയ്യിൽ മൂർച്ചയുള്ള വാള് കൊടുത്തു. നബി തങ്ങൾ ഉറങ്ങുന്ന സമയത്ത് വീട് വളഞ്ഞു. നിങ്ങൾക്ക് അറിയുന്ന ചരിത്രമാണ് അല്ലേ? എന്നിട്ട് നബി തങ്ങൾ എഴുന്നേറ്റ് വരുമ്പോ ഒറ്റ വെട്ട്. ആരെ നബിനെ വെട്ടിയത്? എല്ലാരും. ആരെ പേരിലും ആക്ഷൻ ഇല്ല, ആരെ പേരിലും ശിക്ഷ എടുക്കാൻ പറ്റൂല. അങ്ങനെയാണ് അവർ തീരുമാനിച്ചത്. ഒരാളെ മാത്രമാകുമ്പോൾ അവരിങ്ങോട്ട് വെട്ടുകൊടുത്തു, മറ്റോ വെട്ടുകൊടുത്തു. പിന്നീടുള്ള കാലത്തെങ്കിലും മുഹമ്മദ് നബിനെ കൊന്ന ആളാണ് എന്ന് പറയലോ. എല്ലാവരും ഒരുമിച്ച് ചില കേസ് അങ്ങനെ ഉണ്ട്. വയനാട്ടിൽ മുമ്പ് ഒരു അടിയുണ്ടായി, മുസ്ലിങ്ങളും മറ്റുള്ളവരും തമ്മിൽ. അപ്പൊ കേസെടുക്കാൻ വേണ്ടി FIR ഇടാൻ വേണ്ടി പോലീസ് വന്ന് നോക്കുമ്പോൾ അടി നടക്കുകയാണ്. അപ്പൊ മൊഹീദ്ദീൻ ഷെയ്ഖ് എന്ന് പറഞ്ഞിട്ടാണ് അടിക്കണത്. അപ്പൊ പോലീസ് FIRൽ 1ാമത്തെ പ്രതി മൊഹീദ്ദീൻ ഷെയ്ഖിനെ എഴുതി. അപ്പൊ ഇന്നും പ്രതിനെ കിട്ടിയിട്ടില്ലല്ലോ. അപ്പോ അള്ളാഹു തആല നമുക്ക് ഖൈർ നൽകുമാറാവട്ടെ. അപ്പൊ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം 1ാം പ്രതിനെ പിടുത്തത്തിൽ കിട്ടാത്ത ചില സംഗതി നമ്മളെ അടുത്തുണ്ട്. അത് നമ്മൾ ഉറപ്പിക്കണം. വെറുതെ ഈ കുട്ടികളൊക്കെ കേൾക്കത്തക്ക രീതിയിൽ മോഡിന്റെ പ്രസ്താവന കണ്ടോ? മുസ്ലിമീങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾ മുസ്ലിമീങ്ങളാവണം. അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ. ഈ ശത്രുക്കളൊക്കെ ഇങ്ങനെ ഊരിപ്പിടിച്ച വാളുമായിട്ട് നിൽക്കുന്നതിന്റെ മധ്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ നിന്ന് എഴുന്നേറ്റു. യാസീൻ വൽ ഖുർആനിൽ ഹകീം. ഖുർആൻ ഇങ്ങനെ ഓതിയിട്ട് വജഅൽനാ മിൻ ബൈനി ഐദിഹിം സദ്ദ വമിൻ ഖൽഫിഹിം സദ്ദ. അല്ലാഹുവിന്റെ റസൂൽ ഖുർആൻ ഇങ്ങനെ ഓതിയിട്ട് ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്നവരെ എല്ലാവരും അവിടെ കിടന്നുറങ്ങി. എല്ലാവരും വാളും തൊട്ടടുത്ത് വെച്ചിട്ട് റസൂലുള്ളാഹിന്റെ അടിയിൽ കൂടെ സീതയാണ് പോയി. അല്ലാഹു റബ്ബി. നബി തങ്ങൾ എങ്ങനെ പോയത്? അല്ലാഹു റബ്ബി. ആ കുടുങ്ങി നിൽക്കുന്ന ബ്ലോക്കിലുണ്ടല്ലോ ആംബുലൻസിനൊരു പോക്ക്, എവിടെയും തട്ടാതെ അല്ലാഹുവിന്റെ റസൂൽ പോയി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമുദ്രനിരപ്പിൽ നിന്ന് 1800 അടി ഉയരത്തിലുള്ള സൗർ പർവ്വതത്തിന്റെ ഗുഹയിലെത്തി. ആ സൗർ പർവ്വതത്തിന്റെ ഗുഹയിൽ ചെന്നിട്ട് ആ വലിയ ഗുഹയിലേക്ക് സിദ്ദീഖ് തങ്ങളാണ് കടന്നു. പിന്നീട് റസൂലുള്ളാഹി തങ്ങൾ വന്നു. നബി തങ്ങൾ മുത്തുനബിന്റെ മടിത്തട്ട്, സിദ്ദീഖ് തങ്ങളെ മടിത്തട്ടിലേക്ക് തലവെച്ചുകൊണ്ട് ആര് കടന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു. അപ്പൊ ആരാ നബി തങ്ങൾക്ക് കാവൽ വന്നത്? ഒരു ചിലന്തി വല കെട്ടി. ഒരു ചിലന്തി വല കെട്ടി. ഏതാ ചിലന്തി വല?
ചെലന്തിയുടെ വല എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ രാവിലെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇങ്ങനെ അതുകൊണ്ട് വേപ്പൂര് കാളിയാടോട് ഞാൻ പറഞ്ഞു, കാളിയാർ മുന്നിൽ നടക്കുകയാണ്. ഈ മാറാലൊക്കെ തട്ടാൻ ഞാനാന്ന് എൻ്റെ എന്ന് ചോദിച്ചു മൂപ്പര്. അള്ളാഹു തആല ഖൈറും ബർക്കത്തും തരട്ടെ. അപ്പോൾ നമ്മളൊരു തട്ടിയ അത്രേ ഉള്ളൂ ചിരന്തി വല. ഇന്ന അല്ലാഹുൽ ബുയൂത്തിലെ ബൈത്തുൽ അങ്കബൂത്ത്, അതുകൊണ്ടാണ് ഒരു കാവല്. പിന്നെ ചിരന്തി ഇങ്ങനെ വല കെട്ടി കഴിഞ്ഞപ്പോ പിന്നെ കാര്യമായിട്ട് കാവലിന് രണ്ടാള് വന്നു. ഏതാ രണ്ടാള്? രണ്ട് മാടപ്രാക്കൾ വന്നു, ഒരാണും ഒരു പെണ്ണും, രണ്ട് പ്രാക്കൾ. ആ രണ്ട് പ്രാക്കൾ വന്നിട്ട് മുഖാമുഖം ഇങ്ങനെ ഇരുന്നു. ആ പ്രാക്കൾ, ആ രണ്ട് പ്രാവുകൾ 3 ദിവസം വെള്ളം കുടിച്ചില്ല, അവര് ഭക്ഷണം കഴിച്ചില്ല, ഒരു പോള കണ്ണ് ചിമ്പിയില്ല. ആ പ്രാക്കൾ എന്താ ചെയ്യുന്നത്? ഒന്ന് വലഭാഗത്തേക്ക് നോക്കും, ആരെങ്കിലും വരുന്നുണ്ടോ? ഒന്ന് ഇടഭാഗത്തേക്ക് നോക്കും, ആരെങ്കിലും വരുന്നു. ഒന്ന് മുന്നിലേക്ക് നോക്കും, നബിതങ്ങൾക്ക് വല്ലതും സംഭവിക്കുന്നുണ്ടോ? ഇപ്പോഴും ആ പ്രാക്കളെ പോയാൽ നിങ്ങൾക്ക് അതേ കാഴ്ച കാണാം. മക്കത്ത് ആ പ്രാവിനെ കണ്ട ഇതിന്റെ പാരമ്പര്യത്തിലെ മക്കളല്ലേ ആ പ്രാക്കൾ. അതെന്താണ്? അവിടെ ആരെങ്കിലും വരുന്നുണ്ടോ, ഇവിടെ ആരെങ്കിലും വരുന്നുണ്ടോ, നബിതങ്ങൾക്ക് വല്ലതും പറ്റുന്നുണ്ടോ? ആ രണ്ട് പ്രാക്കളും ഒരു ചിരന്തി വല കെട്ടി നിൽക്കുന്നു. ഇതാണ് റസൂലുള്ളാഹിക്ക് അള്ളാഹു കാവലേൽപ്പിച്ചത്. അപ്പോഴാണ് ശത്രുക്കൾ ഉണർന്നു, നബിനെ കാണാനില്ല, 4 ഭാഗത്തും അവര് ചിതറി. അപ്പൊ അബൂജഹലിന്റെ ഒരു പ്രഖ്യാപനം വന്നു. എന്താണ്? 100 ഒട്ടകം സമ്മാനം. അന്നത്തെ 100 ഒട്ടകം എന്ന് പറഞ്ഞാൽ 100 ലോറി അല്ല, 100 കപ്പലാണ്. മരുഭൂമിയിലെ കപ്പലാണ് അന്നത്തെ ഒട്ടകം. അല്ലാഹു റബ്ബി, 100 ഒട്ടകം എന്ന് പറഞ്ഞാൽ 100 കപ്പൽ. ആ സമ്മാനം പ്രഖ്യാപിച്ചപ്പോൾ നബിതങ്ങൾക്ക് 4 ഭാഗത്തും ശത്രുക്കൾ. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് വസ്സദഖു ഫിൽ ഗാരി വസ്സദ്ദീഖു ലം യരിമ വഹും യഖൂലൂന മാ ഫിൽ ഗാരി മിൻ അരിമി മൗലായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗാർ സൗറിൽ നബിതങ്ങൾ ഇരിക്കാൻ മഹത്തിൽ റസൂൽ. അപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുകളിലേക്ക് ഇങ്ങനെ നോക്കി. നമ്മളെ കണ്ടങ്ങളി ഇത്രയും ആളുകളൊക്കെ ഒന്നായിട്ട് നിറഞ്ഞു നിൽക്കാണോ. നമ്മളൊരു ഇമാമിനെ കാണാൻ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ചെറിയൊരു ദ്വാരം പണി. ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും താമസിക്കുന്ന ആ ഗുഹയുടെ മുകൾ ഭാഗത്ത് ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ദ്വാരം, അവിടെ വന്നിട്ട് ശത്രു ഇങ്ങനെ ചവിട്ടി നിന്നപ്പോ സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ നോക്കുമ്പോ ഒരാളെ കാലടിന്റെ വെളുപ്പ് ഇങ്ങനെ കാണുന്നുണ്ട്. രംഗം നിങ്ങൾ മനസ്സിലാക്കണം. 4 ഭാഗത്തും റസൂലുള്ളാഹിനെ കൊല്ലാൻ കാത്തു നിൽക്കുന്ന ആൾക്കാർ. അപ്പോഴാണ് ഈ മാളത്തിൽ റസൂലുള്ള ഒറ്റയ്ക്ക്, സിദ്ദീഖ് തങ്ങൾ മാത്രം. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ആളെ കാലടി ഇങ്ങനെ കണ്ടപ്പോ നബി തങ്ങളെ വിളിക്കാൻ സിദ്ദീഖ് തങ്ങൾക്ക് പേടിയായി. എന്തേ സൗണ്ട് കേട്ടാലോന്ന് റസൂൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി നബിയെ, ശത്രുക്കളാണ് ഈ വന്ന് നിൽക്കുന്നത്, അവരെങ്ങാനും താഴോട്ട് നോക്കിയാൽ നമ്മളെ കാണൂലേന്ന് ചോദിച്ചു. ഈ മുകൾ ഭാഗത്ത് ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്ന ശത്രു ആ ദ്വാരത്തിൽ കൂടെ താഴോട്ട് നോക്കിയാൽ നമ്മളെ കാണൂലേ നബിയെ? അതങ്ങ് ചോദിച്ചപ്പോൾ നബിയുനാ മുഹമ്മദ് മുസ്തഫ അള്ളാൻ റസൂൽ ചോദിച്ചു, സിദ്ദീഖേ, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ഈ ഗുഹക്കകത്ത് നമ്മൾ 2 പേരും മാത്രമാണോ? നമ്മുടെ ഇവിടെ എത്തിച്ചിരിക്കുന്നവർ അല്ലാഹു ഇല്ലേ? ഇതിനകത്ത് ഇപ്പൊ നമ്മൾ 2 പേര് മാത്രമാണോ? നമ്മളെ ഇവിടെ എത്തിച്ചിരിക്കുന്നവർ അല്ലാഹു ഇല്ലേ? സാനിയസ്നൈനി ഇദ്ഹുമാ ഫിൽ ഗാർ, ആ ഗാർ സൗറിൽ 2 ആള് വസ്സദഖു ഫിൽ ഗാരി വസ്സദ്ദീഖു ലം യരിമ വഹും യഖൂലൂന മാ ഫിൽ ഗാരി മിൻ അരിമി വന്നുൽ ഹമാമ വവന്നുൽ അൻകബൂത അല യാ റബ്ബ്. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിക്കുന്ന ഗുഹാമുഖത്ത് ഒരു ചിലന്തി, പിന്നെ അവിടെ ഇരിക്കുന്നത് 2 മാടപ്രാക്കൾ. ആ ചിലന്തി വല കൊണ്ടും 2 പ്രാക്കളെ കൊണ്ടും മുത്തുനബിക്ക് കാവൽ നിൽക്കുന്ന സ്ഥലത്ത് സിദ്ദീഖ് തങ്ങൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ, അവരൊന്ന് താഴേക്ക് നോക്കിയാൽ നമ്മളെ കാണൂലേ? ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ സിദ്ദീഖ് തങ്ങൾക്ക് ചൊല്ലിക്കൊടുത്ത ദിക്ർ ഒന്ന് ചൊല്ലിക്കോ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ ഹസ്ബുനല്ലാഹു ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ
ഓരോ സത്യവിശ്വാസിയും സുബഹി നിസ്കരിച്ചിട്ട് ഒരു 11 പ്രാവശ്യം പകലിന്റെ തുടക്കം, ഓരോ സത്യവിശ്വാസിയും രാത്രി മഗ്‌രിബ് നിസ്കരിച്ചിട്ട് ഒരു 11 പ്രാവശ്യം രാത്രിയുടെ തുടക്കം. അല്ലാ, ഈ രാത്രിയിലും എനിക്കും എൻ്റെ ഭാര്യ, മക്കൾ, കുടുംബം, സ്വത്ത്, പള്ളി, മദ്രസ, ഞങ്ങളെ നാടിനൊരു കാവലായിട്ട് ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ ഹബീബായ മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂൽ സിദ്ദീഖ് തങ്ങൾക്ക്, സിദ്ദീഖേ, നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഈ ഊരിപ്പിടിച്ച വാള് അവരെ കയ്യിലാണോ ഇസ്ലാം? അല്ലാഹു തആല അല്ലേ നമ്മളെവിടെ എത്തിച്ചത്? നമുക്ക് ഈ സുരക്ഷിത താമസം നൽകിയത് അല്ലാഹു അല്ലേ? ആ അല്ലാഹു നമ്മുടെ കൂടെ ഇല്ലേ? അതുകൊണ്ട് നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു? നമുക്കൊരു അല്ലാഹു ഉണ്ട്. കുട്ടികളെ പേടിപ്പിക്കരുത്. വളർന്നു വരുന്ന തലമുറയെ ഒരിക്കലും ബേജാറാക്കരുത്. ഒരു വാപ്പയും ഒരു ജ്യേഷ്ഠനും പുതിയ കുട്ടികളെ, ചെറുപ്പക്കാരായ മക്കളെ കേൾക്കത്തക്ക രീതിയിൽ മുസ്ലിമീങ്ങൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് വരാൻ പോകുന്നു. മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ പ്രയാസം വരാൻ പോകുന്നു. ഒരു പ്രയാസമില്ല. മുസ്ലിമീങ്ങളെ പ്രയാസപ്പെടുത്തിയിരിക്കുന്ന അന്നത്തെ ആളുകൾക്ക് ഒരു അനുയായി ഇപ്പോൾ ലോകത്ത് ജീവിച്ചിരിപ്പില്ല. ഉണ്ടോ? ഫിറഔനിന്റെ ഒരു അനുയായി ഇവിടെ ആരാ സിന്ദാബാദ് വിളിക്കാനുള്ളത്? അബൂജഹലിന്റെ ഒരു പിൻഗാമി ഇവിടെ ആരാണുള്ളത്? ഇബ്രാഹിം നബിയെ തീയിലിട്ട നമ്രൂദിന്റെ ഒരു അനുയായി ഇവിടെ ആരാണുള്ളത്? ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി, നമുക്കൊക്കെ അറിയുന്നത് പോലെ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു, യാ മുഈനുദ്ദീൻ അന്ത സുൽത്താനുൽ ഹിന്ദി വ വലിയുഹ ദാക മസ്കനുക വ മദ്ഫനുക. ഓ മുഈനുദ്ദീൻ, നിങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലം ഇന്ത്യയാണ്. ഇനി അങ്ങോട്ടുള്ള ആയുഷ്കാലം മുഴുവനും നിങ്ങൾക്ക് ഹയാത്തിലും മൗത്തിലും നിങ്ങൾ താമസിക്കേണ്ടത് ഇന്ത്യയിലാണ്. അന്ത സുൽത്താനുൽ ഹിന്ദി വ വലിയുഹ, നിങ്ങൾ ഇന്ത്യയുടെ രക്ഷാധികാരിയും ഭരണാധികാരിയുമാണ്. ഭൂമിയുടെ മുകൾ ഭാഗത്തും ഭൂമിയുടെ അടിഭാഗത്തും ഇനി നിങ്ങൾ താമസിക്കേണ്ടത് ഇന്ത്യയിലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു പറഞ്ഞു. ബഹുമാനപ്പെട്ട ഖാജ തങ്ങൾ പുറപ്പെട്ടു ജിദ്ദ. അങ്ങനെ അവിടെ നിന്ന് യാത്ര ചെയ്തിട്ട് ഇന്നത്തെ ഇറാഖ്, ഇറാഖിൽ നിന്ന് അഫ്ഗാനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കാണ്ഡഹാർ, കാണ്ഡഹാറിൽ നിന്ന് നബിതങ്ങൾ ഇങ്ങനെ വരച്ച് കാണിച്ചു കൊടുത്ത മാപ്പ് പ്രകാരം അന്നത്തെ ഗൂഗിൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾക്ക് കൊടുത്തിട്ട് അത് പ്രകാരം റസൂലുള്ളാഹി തങ്ങൾ വന്നു. ഡൽഹി അതിർത്തിയിലൊക്കെ പട്ടാളക്കാരെ കാവൽ നിർത്തിയിട്ടുണ്ട്. പൃഥ്വിരാജൻ ഒരു കാവൽക്കാരൻ കാണാതെ ഖാജ തങ്ങൾ അജ്മീർ ഷരീഫിന്റെ മരത്തണലിൽ, ഖാജ തങ്ങൾ അജ്മീർ ഷരീഫിന്റെ മരത്തണലിൽ, ആ മരത്തണലിൽ ഇങ്ങനെ ഇരുന്നു കൊണ്ട് ഖാജ തങ്ങൾ ഓതി, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹു റബ്ബി. വിശുദ്ധ ഖുർആൻ പകൽ ഒരു ഖതം തീർത്തു, രാത്രി ഒരു ഖതം തീർത്തു. ഖാജ തങ്ങൾ ദിവസം 2 ഖതം ഖുർആൻ ഓതി. പകൽ ഒരു ഖതം ഓതി തീർത്തു, രാത്രി ഒരു ഖതം തീർത്തു. ഓരോ ഖതം ഖുർആൻ ഇങ്ങനെ തീരുമ്പോ ഫാത്തിഹ മുതൽ തുടങ്ങിയിട്ട് ഖുൽഅഊദു ബിറബ്ബിന്നാസ് ഇങ്ങനെ എത്തുകയാണ്. ചെറിയ സൂറത്തുകൾ ഇങ്ങനെ ഓതി എത്തുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? വദ്ദുഹാ വല്ലൈലിയുടെ താഴോട്ടുള്ള സൂറത്ത് ഖത്മ് തീർത്തുകൊണ്ട് ഓതുമ്പോൾ അതിങ്ങനെ എത്തുന്ന സമയത്ത് ഒരു തസ്ബീഹ് ചൊല്ലണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ചെറിയ സൂറത്ത് ഇങ്ങനെ എത്തുമ്പോൾ നമ്മൾ ഖത്തം തീരുമ്പോൾ ഓരോ സൂറത്തും ഓതി കഴിഞ്ഞാൽ അതിങ്ങനെ ചൊല്ലണം. ഖാജ തങ്ങൾ ഇങ്ങനെ ഖുർആൻ ഖത്തം ഇങ്ങനെ തീരാൻ സമയത്ത് പരിസരത്ത് നിന്ന് ഒരു സൗണ്ട് ഇങ്ങനെ വരും. പരിസരത്ത് ഒരു സൗണ്ട് ഇങ്ങനെ വരും. എന്താ സൗണ്ട്? ഖബിൽനാ ഖത്മക യാ മുഈനുദ്ദീൻ. ഓ മുഈനുദ്ദീനെ, നിങ്ങൾ ഓതിയിരിക്കുന്ന ഖുർആൻ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു. നിങ്ങൾ ഓതിയിരിക്കുന്ന ഖുർആൻ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നു. ഖാജ തങ്ങൾ ഇങ്ങനെ അവിടെ ഖുർആൻ ഓതിയിരിക്കാൻ ആ വഴിക്ക് പോകുന്ന ആളുകൾ ഖാജ തങ്ങളെ ഒന്നിങ്ങനെ നിൽക്കും. ആ നിൽക്കുമ്പോൾ ചില ആൾക്കാർ ഇത് ഏതോ ഒരു ദിവ്യ പുരുഷനാണല്ലോ, ഇത് ഏതോ വലിയൊരാളാണല്ലോ, അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് സുഖമില്ല. ഖാജ തങ്ങളൊന്ന് മന്ത്രിച്ചു, സുഖക്കേട് മാറി. ഖാജ തങ്ങളൊന്ന് നോക്കി, കണ്ണേറ് മാറി. അങ്ങനെ പ്രസിദ്ധം 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 അല്ലാഹു റബ്ബി. അപ്പോഴേക്കും നേരത്തെ പൃഥ്വിരാജനെ കൈരേഖ നോക്കിയിട്ടോ സ്വപ്ന വ്യാഖ്യാനത്തിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, അന്യ രാജ്യത്ത് നിന്ന് വരുന്ന ഒരു ഫക്കീർ
ഈ രാജ്യത്ത് നിങ്ങളെ ഭരണം നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം ആ ഫക്കീർ ഇയാൾ തന്നെ എന്ന് മനസ്സിലാക്കി. ഖാജ തങ്ങളെ നശിപ്പിക്കാൻ അന്നത്തെ പൃഥ്വിരാജൻ എന്തൊക്കെ ചെയ്തു. പൃഥ്വിരാജന്റെ അനുയായികൾ ആരെങ്കിലും ഉണ്ടോ? ബഹുമാനപ്പെട്ട ഖാജ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി, യാ ശൈഖനാ യാ ഖുത്ബ ദായിറത്തുൽ വിലായത്തി ഗൗസനാ അൽ മദദ് യാ ശൈഖ അജ്മീരി മുഈനുദ്ദീൻ ലാ ഇലാഹ സ്വാറശാദി ദേവുഹും സഅദി ബിനളിരിൻ മിൻകുമു അൽ മദദ് യാ ശൈഖ അജ്മീരി മുഈനുദ്ദീൻ ലാ ഇലാഹ അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു യാ റബ്ബ് യാ റബ്ബ്. ഖാജ തങ്ങളെ പറ്റി എത്ര മദ്ഹാണ് നടക്കണേ, എത്ര മൗലിദ നടക്കണേ, എത്ര ദിക്റ നടക്കണേ, എത്ര സ്വലാത്താ നടക്കണത്. ഇന്നും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ സിയാറത്ത് ചെയ്യുന്ന കേന്ദ്രം എവിടെയാണ്? പൃഥ്വിരാജിന്റെ അടുത്ത് എത്ര ആൾ സിയാറത്ത് ചെയ്യുന്നുണ്ട്? എന്നിട്ട് വെറുതെ നമ്മുടെ മക്കളെ പറഞ്ഞ് പേടിപ്പിക്കുക. വാപ്പാരാകാൻ പഠിച്ചാൽ പോരാ, രക്ഷിതാവാകാൻ പഠിക്കണം. വാപ്പിമ്മയാകുക എന്നുള്ളത് വലിയ യോഗ്യത ഒന്നുമല്ല, അതെല്ലാ ജീവികളിലും ഇല്ല. ഞാൻ മക്കളെ കേൾക്കത്തക്ക രീതിയിൽ എന്ത് പറയണം? പുതിയ തലമുറയെ വെറുതെ എന്തിനു പേടിപ്പിച്ചു നിർത്തണം? നമ്മൾ പുതിയ കുട്ടികൾക്ക് ഈമാൻ കൊടുക്കണം. മക്കളെ, ഇത് ഇസ്ലാമാണ്. ഈ ഇസ്ലാമിനെ പണ്ട് ഫിറഔൻ നശിപ്പിക്കാൻ നോക്കിയിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല, അതാ പറഞ്ഞു കൊടുക്കേണ്ടത്. ഈ ഇസ്ലാമിനെ പണ്ട് അബൂജഹൽ നശിപ്പിക്കാൻ നോക്കിയിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല, ഇതാ പറഞ്ഞു കൊടുക്കേണ്ടത്. അല്ലാതെ ഞങ്ങളിങ്ങനെ ബേജാറാക്കി. പണ്ട് മദ്രസയിൽ ഉസ്താദ് വന്നു. അയാൾ കുട്ടികളോട് പറഞ്ഞു, ഇന്ന് ഖിയാമത്ത് നാളാണ് പാഠം. കുട്ടികൾക്കൊക്കെ ബേജാറായി. മൂപ്പരെല്ലാം കൂടി കണ്ടിട്ട് ഖിയാമത്ത് നാളിന് ദജ്ജാൽ വരും. ദജ്ജാലിന്റെ ശേഷം സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കും, മലകളൊക്കെ പൊടിപൊടിയാകും, മരങ്ങളൊക്കെ പാറിപ്പറക്കും. ഇതൊക്കെ കൂടെ പറഞ്ഞപ്പോൾ ഒരു കുട്ടി ചോദിച്ചു, അന്ന് മദ്രസ ഉണ്ടാവുമോ ചോദിച്ചു. ആ കുട്ടി എന്താ ചോദിച്ചത്? ഓനിക്ക് പറയേണ്ടത് അതാ. നമ്മൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കുമ്പോഴേ എന്തു കൊടുക്കണം? കുറച്ച് കയറിയിരുന്നോളി, ലേശം. എന്നാലും ബാക്കിൽ വരുന്ന ആളുകൾക്ക് ഇനി ഇരിക്കാം. അതിങ്ങനെ അവിടുന്ന് ഇങ്ങനെ ആക്കിയാൽ പോരാ, ഉടലോട് കൂടെ പോകാൻ. ഷർഫോ അങ്ങോട്ട് പോരി. ഷറഫുദ്ദീൻ സക്കാഫി ഇവിടെ അപ്പുറത്തെ പള്ളിയിലെ ഇമാമാണ്, അറിയാലോ അല്ലേ? ഇൻഷാ അല്ലാഹ് അള്ളാഹു ഖൈർ തരട്ടെ. ഞാൻ അപ്പുറത്ത് പുറത്തുനിന്ന് വാതിലിങ്ങനെ ചില ആളിങ്ങനെ നോക്കുന്നുണ്ട്, നമ്മൾക്ക് സീറ്റുണ്ടോ. അതിന് എ സിയിലിങ്ങനെ ഇരിക്കുന്നത്. നമ്മളെ നാട്ടിലെ പള്ളിയിൽ, അകത്തെ പള്ളിയിൽ ആരും ഉണ്ടാകില്ല. ഇപ്പം നോക്കുമ്പോൾ അകത്തെ പള്ളി ആദ്യം ഫുള്ളാകുകയാണ്. എന്താ കാരണം? അതല്ല, അങ്ങനെ തറാവീഹ് നിസ്കാരത്തിന് അകത്തെ പള്ളിയിൽ ആരും ഉണ്ടാകലില്ല. ഇപ്പം നോക്കുമ്പോൾ ആദ്യം ഫുള്ളാകുന്നത് എവിടെ? പഴയ കാരണന്മാരൊക്കെ വന്ന് നോക്കുമ്പോൾ ഒരു പുറത്തായി പോയി. അങ്ങനെ കാരണന്മാരെല്ലാം കൂടി രണ്ടാമത്തെ പള്ളി എ സി ആക്കാൻ തീരുമാനിച്ചു. അൽഹംദുലില്ലാഹ്. പെണ്ണുങ്ങൾ പ്രസവിച്ച അൽഹംദുലില്ലാഹ് 2 കുട്ടികളാണ്. സുമ്മ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ പോലെ ഇതിപ്പോൾ എല്ലാത്തിനും അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് ഖൈർ തരട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്ലാം, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അതാണ് ഇസ്ലാം. ആ ഇസ്ലാമിലാണ് നമ്മൾ നിൽക്കുന്നത്. ശാസ്ത്രം കണ്ടുപിടിച്ച അള്ളയല്ല, നമ്മളെ ഗവേഷണത്തിൽ കൂടെ കിട്ടിയ അള്ളയല്ല. നമുക്കൊരു അള്ളാഹു ഉണ്ട്. ആ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ലോകത്ത് ദീൻ നടപ്പാക്കിയിട്ട് നമുക്ക് എത്തിച്ചെന്ന ഒരു രീതിയുണ്ട്. അത് അള്ളാഹു നിശ്ചയിച്ച മധ്യവർത്തികളിലൂടെയാണ്. അള്ളാഹു നിശ്ചയിച്ചിരിക്കണം. അതാണ് അവരുടെ പേര് ലോകത്ത് എവിടെയും. നിങ്ങൾ നോക്കൂ, നബി മുഹമ്മദ് മുസ്തഫ, അതാണ് ചൊല്ലുമ്പോഴേക്ക് അതേ സമയത്ത് മുസ്ലിമീങ്ങളാണ് എന്ന് പറയും. പക്ഷേ ഓൽക്ക് ഏതുണ്ടാവില്ല, ആ സ്വലാത്ത് ഉണ്ടാവില്ല. അത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ,
നമ്മൾ ലോകത്ത് ഇങ്ങനെ ഒരു സഞ്ചരിക്കാം. ഞാനിപ്പോൾ എൻ്റെ ഈ ചെറിയ പ്രായം ഞാൻ വെറുതെ പറഞ്ഞതല്ല, എനിക്ക് അങ്ങനെ അധികം വയസ്സൊന്നും ആയിട്ടില്ല. താടി നരച്ചത് നോക്കണ്ട, അതൊരു തമാശക്ക് നരച്ചതാണ്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നമ്മൾ അല്ലേ, നിങ്ങളിപ്പം ദുബായിലുണ്ടോ? ഞങ്ങൾക്ക് ദുബായിൽ കച്ചവടം, നമുക്ക് സുന്നത്തിൻ്റെ തൊപ്പി മൂപ്പര് തന്നെ. അള്ളാഹു തആല ഖൈർ തരട്ടെ. ഇപ്പം കച്ചവടം ഉണ്ടോ? അപ്പം ഇരിക്കട്ടെ. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, എനിക്ക് അത്ര വരെ പ്രായം തരും. ഇപ്പം ഞാൻ മണി കൃത്യമായിട്ട് പറഞ്ഞു തരും ചെയ്യാം. 1900 കുറേ ഇപ്പുറത്താണ് ഞാൻ ജനിച്ചത്. അതിൻ്റെ മുമ്പിൽ എത്രയോ ആള് കഴിഞ്ഞുപോയി. അള്ളാഹു എല്ലാവർക്കും ഖൈർ തരട്ടെ. ഹബീബുന മുഹമ്മദ് മുസ്തഫ. എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ ഏകദേശം ഒരു 27 രാജ്യങ്ങളിൽ പോയി ഇസ്ലാമിക ചരിത്ര പഠനവുമായി ബന്ധപ്പെട്ടു. നമ്മൾ ഈ ലോകത്ത് മുഴുവനും യാത്ര ചെയ്താൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇസ്ലാമിക ചരിത്രം നിൽക്കുന്ന ഒരു പ്രധാന രാജ്യമാണ് ബഗ്ദാദ് തലസ്ഥാനമായ ഇറാഖ്. ഇറാഖിലെ മഹാന്മാരെ ചരിത്രം രേഖപ്പെടുത്തിയിട്ട് ഓരോ വാള്യവും 1000-ലധികം പേജുണ്ട്. ഇമാം ഖതീബ് തിബ്രിസി റളിയല്ലാഹു അൻഹുവിന്റെ താരീഖ് ബഗ്ദാദ് ആലിമീങ്ങൾക്കൊക്കെ പരിചയമുള്ള കിതാബാണ്. ഇമാം ഖതീബ് തിബ്രിസി റളിയല്ലാഹു അൻഹു താരീഖ് ബഗ്ദാദ് ഓരോ വാള്യവും 1000 പേജിലധികമുണ്ട്. 40 വാള്യം എഴുതിയിട്ടും ബഗ്ദാദിൽ മാത്രം ജീവിച്ച മഹാന്മാരെ ചരിത്രം തീർന്നിട്ടില്ല. ഒരു കേരളക്കാരന്റെ ചരിത്രം അതിലില്ല, ഒരു ഈജിപ്തുകാരന്റെ ചരിത്രം അതിലില്ല, ഒരു മദീനക്കാരന്റെ ചരിത്രം. അതിലുള്ളതൊക്കെ ആരെ ചരിത്രം മാത്രം? ബഗ്ദാദിലെ മാത്രം. എന്തേ? ഗൗസുൽ ആലം ഷേഖ് മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹുവിനെ ഗർഭം ധരിച്ച ആ കാലയളവിൽ സുബ്ഹാനല്ലാഹ് ആ നാട്ടിൽ 1000 പെണ്ണുങ്ങൾ ഗർഭിണികളായിട്ടുണ്ട്. മുഹീദ്ദീൻ ഷേഖ് റളിയല്ലാഹുവിനെ പ്രസവിച്ച അന്നത്തെ രാത്രി 1000 സ്ത്രീകൾ പ്രസവിച്ചു. അതൊക്കെ ആൺകുട്ടികളാണ്. അവരൊക്കെ ഔലിയാക്കളായി. അത് മുഹീദ്ദീൻ ഷേഖ് തങ്ങൾ ജനിച്ച അന്ന് ജനിച്ചു എന്നതിന്റെ ബഹുമതിയാണ്. ഈ ദീൻ നിലനിർത്തുന്നവൻ അല്ലാഹുവാണ്. അല്ലാഹുവിനെ പറ്റി പഠിക്കണം നമ്മൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ 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 ചെറിയ അല്ലാഹു റബ്ബി ചിലന്തി വല കൊണ്ട് കാവൽ നൽകും അല്ലാഹു തആല. മാടപ്രാവിനെ കൊണ്ട് കാവൽ നിർത്തിയിരിക്കണം അല്ലാഹു തആല. നമ്മൾ പഠിക്കണം. മുസ്ലിമീങ്ങൾക്ക് ഇനി അത് വരാൻ പോണ. ഇനിയിപ്പോ ഈ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞു, എന്താ പോടെ വരാൻ പോണത്? അട്ടിമറിയാൻ പോണ മാതിരി കുറെ ആള് ബേജാറില്ല. ഇതൊക്കെ കൂടെ പറഞ്ഞിട്ട് പുതിയ തലമുറയെ ആരും ബേജാറാക്കല്ലേ. മക്കൾ ജനിക്കട്ടെ. ഞാൻ പണ്ട് ഒരിക്കൽ പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് മലപ്പുറം ജില്ലയിൽ. അവിടെ രാത്രി ഇങ്ങനെ നിൽക്കുമ്പോൾ 2 ആളുകൾ ഇങ്ങനെ സംസാരിക്കണം. അന്ന് ഈ കുടുംബാസൂത്രണം വന്ന കാലം. മക്കളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു ചിഹ്നം ഉണ്ടായിരുന്നത്, എങ്ങനെ വരച്ചിട്ട് കുട്ടികൾ 2 3 2 മതി. ഇത് വായിച്ചിട്ട് 2 ആൾ പറഞ്ഞു, ഇതേതായാലും ഗവൺമെന്റ് നല്ല തീരുമാനമാണ്. ഏതായാലും പാതിരാക്കി ഞാനിങ്ങനെ അവിടെ ബസ് സ്റ്റാൻഡിലേക്ക്. അപ്പം ഞാൻ പറഞ്ഞു, അതിലേറെ നല്ല തീരുമാനം വേറെ ഉണ്ടായിരുന്നു. എന്താന്ന് വെച്ചു, ഇത് ജനിക്കാൻ പോകുന്ന കുട്ടികളല്ലേ, അവർ ജനിക്കട്ടെ. ജനിക്കണ കുട്ടികളെ കൂട്ടത്തിൽ മഹാത്മാഗാന്ധിക്ക് പോലെ പണ്ട് ജവഹർലാൽ പോലത്തെ ആളുകളൊക്കെ ഉണ്ടാവും ജനിക്കണ കൂട്ടത്തിൽ. ഇങ്ങൾക്ക് 2 വയസ്സായില്ലേ, നിങ്ങളൊക്കെയാണ് സൂചി വെക്കുകയാണ് വെച്ചാൽ ഇതിലേറെ നല്ലതാണ്. അല്ല, ചിലത് നമ്മൾ അപ്പോഴൊക്കെ പറയേണ്ടി വരും. അപ്പൊ പിന്നെ ബാക്കി എന്തെന്ന് ഇപ്പം ഞാൻ പറയണില്ല. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, വരാൻ പോകുന്നത് വരും. നമ്മൾ ആരും തടഞ്ഞിട്ട് നിൽക്കൂല. നമ്മൾ അതിലൊക്കെ ഒരു ഖൈർ, എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ കാവൽ അല്ലാഹുവാണ്, ഒരു പട്ടാളമല്ല. നമ്മുടെ കാവൽ അല്ലാഹുവാണ്, ഒരു ഭരണാധികാരിയല്ല. നമ്മുടെ കാവൽക്കാരൻ റബ്ബാണ്, ഒരായുധവും അല്ല. അല്ലാഹ് എന്ന വിശ്വാസത്തിൽ മുസ്ലിമീങ്ങൾ നിൽക്കണം. ഞമ്മക്കോട്ട് അള്ളാഹിനും വിശ്വാസമല്ല, ഗവൺമെന്റിനും വിശ്വാസമല്ല, പട്ടാളത്തിനും വിശ്വാസമല്ല. പിന്നെ ആരെ നമ്മൾ നിർത്തുന്നത്? ഇതല്ല അടുത്ത തലമുറക്ക് കൊടുക്കേണ്ടത്. ബഹുമാനപ്പെട്ട ശൈഖുനാ സുൽത്താൻ ഉലമ AP ഉസ്താദ് പ്രസ്താവന ഇറക്കിയല്ലോ നേരത്തെ. പള്ളി പൊളിച്ചിട്ട് മുസ്ലിമീങ്ങളൊക്കെ വികാരം പൂർണ്ണപ്പെടുത്തിയിട്ട് മുസ്ലിമീങ്ങൾ ഇവിടെ ഒരു സമരത്തിന് ഒരുങ്ങും എന്നാരും വ്യാമോഹിക്കേണ്ടതില്ല. സമാധാനപരമായി നിൽക്കാനുള്ള. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അടുത്ത തലമുറയെ ബേജാറാക്കുന്ന രീതിയിൽ ആരും സംസാരിക്കരുത്. റബ്ബ് നമുക്ക് കാവൽ നൽകുമാറാവട്ടെ.